ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണ്. നിശബ്ദ പ്രചരണ ദിവസം വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിന് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ ഉൾപ്പെടെ സന്ദർശിച്ചാവും വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ. മധ്യകേരളത്തിൽ മുന്നണികൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകളുടെ വിവരവുമായി ജി ശ്രീജിത്ത് ശരിയാണ്. ശ്രീജിത്ത്, കേരള കോൺഗ്രസുകളുടെ പോരാട്ടം, കോൺഗ്രസിനും അവിടെ വലിയ സ്വാധീനമുള്ള സ്ഥലം, സമീപകാലത്തായി NDA പല സ്ഥലങ്ങളിലും നടത്തിയ കടന്നുകയറ്റം, ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ഏറെ ശ്രദ്ധേയമാകുന്ന നിരവധി മണ്ഡലങ്ങൾ ഈ മേഖലയിലുണ്ട്. നിശബ്ദ പ്രചരണ ദിവസവും തങ്ങളുടേതാക്കി മാറ്റാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഉള്ളത്. മധ്യ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കാലങ്ങളായി UDF അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെയും മധ്യ കേരളം വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു. പത്തനംതിട്ടയും ഒപ്പം തന്നെ ഇടുക്കിയും കോട്ടയത്തും ഒക്കെ പരമാവധി സീറ്റുകൾ UDFന് ലഭിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം മുതൽ അത് കഥ മാറുന്നു. കോട്ടയത്തും ഒപ്പം തന്നെ ഇടുക്കിയിലും പത്തനംതിട്ടയും ഒക്കെ പരമാവധി സീറ്റുകൾ LDFിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ഏതാണ്ട് 5 സീറ്റും പത്തനംതിട്ടയിൽ തൂത്തുവായിരുന്നു LDF. കോട്ടയത്ത് ഭൂരിപക്ഷം സീറ്റുകളും അങ്ങനെ LDF നേടുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആശ്വാസമായി ഉണ്ടായിരുന്നത് കടുത്തുരുത്തിയിലെയും ഒപ്പം തന്നെ കോട്ടയത്തെയും പുതുപ്പള്ളിയിലെയും ഒക്കെ ജയങ്ങളാണ്. പാലയിൽ ജോസ് കെ മാണിയെ അട്ടിമറിച്ച് കാപ്പന് ജയിക്കാനായി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് മാത്രമല്ല ഘടകം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് BJPയുടെ സ്വാധീനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. പാല ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മേഖലകളിൽ കോട്ടയം ജില്ലയിൽ തന്നെ അത് വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഷോൺ ജോർജ് പാലയിൽ വലിയ പ്രചരണത്തിലടക്കം കാര്യമായി മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അങ്ങനെ ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ത്രികോണ പോരാട്ടം ഉണ്ടാകുന്നു. വൈക്കം പോലെ NDAക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിൽ മുൻ MLA CPI MLA തന്നെ കൊണ്ടുവന്ന് വലിയ മത്സരത്തിന് ശ്രമം നടത്തുന്നു. വൈക്കത്ത് ഏറ്റവും ഒടുവിലുണ്ടായ CPI ഓഫീസിലുണ്ടായ കർഷക ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ താഴെ തട്ടിൽ വലിയ പ്രചരണായുധമായി മാറുന്ന സാഹചര്യം ആണുള്ളത്. സമാനമാണ് കോട്ടയത്തിന്റെ പരിസരത്തുള്ള തിരുവല്ലയും ആറന്മുളയും ഒക്കെ വലിയ ത്രികോണ പോരാട്ടത്തിന് വേദിയാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവസാന മണിക്കൂറുകൾ അത് തങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളുള്ളത്. അപ്രതീക്ഷിതമാണ് പലയിടത്തെയും മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് ജയിക്കും, ആരുടെ ജയത്തെയാണ് പുതിയ സമവാക്യങ്ങൾ ബാധിക്കുക എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന മിനിറ്റ് തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മുന്നണികളെല്ലാം ഉള്ളത്. സാഹചര്യം ഏതായാലും നമുക്കിനി പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. അവിടെയും പ്രവചനാതീതമായ നിരവധി മണ്ഡലങ്ങളുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം LDFനായിരുന്നുവെങ്കിൽ ഇത്തവണ UDF പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങൾ കൂടി പത്തനംതിട്ടയിലുണ്ട്. ആറന്മുളയിലൊക്കെ കുമ്മനം രാജശേഖരൻ നടത്തുന്ന പോരാട്ടമുണ്ട്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുള്ള ഒരു ജില്ലയാണ്. ശ്രീനാരായണൻ, ഏറ്റവും ഒടുവിലത്തെ പ്രചരണ ദിവസം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, കാഴ്ചകൾ? രാജ്യത്തെ ആവേശകരമായ ഒരു കുട്ടിക്ലാസ് ശേഷം ഒരു പടിയിറക്കം എന്ന് നമ്മൾ പറയില്ലേ, സ്വാഭാവികമായി അത്തരത്തിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇതിലെ വലിയ രീതിയിലാണ് 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു കുട്ടിക്ലാസിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രവർത്തകരും ആവശ്യമായിരുന്നു. എന്തായാലും കുട്ടിക്ലാസം കഴിഞ്ഞു. ഇന്ന് മുതൽ നിശബ്ദ പ്രചരണമാണ്. ആ നിശബ്ദ പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വ്യക്തികളെ കാണാനും സഭാ നേതാക്കളെ അങ്ങനെ അവർക്ക് വ്യക്തിപരമായുള്ള ചില ബന്ധങ്ങളെ കൊണ്ട് അവിടെ കേക്ക് ആണെന്നുള്ള തിരക്കിലാണ്. പ്രവർത്തകർ ഈ പറയുന്ന വോട്ട് സ്ലിപ്പുകളും മറ്റുള്ള സ്ലിപ്പുകളൊക്കെ വിതരണം ചെയ്ത തിരക്കിലാണ്. എന്തായാലും വലിയ പ്രതീക്ഷകൾ ഈ 3 മുന്നണികളും വയ്ക്കുന്നു. ആര് ജയിക്കും, ആര് ഇതിൽ നിന്നും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും മുൻകാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വാഭാവികമായും പത്തനംതിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് 5 മണ്ഡലങ്ങളും വിജയിക്കാനായി എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നു. ഇതിലുള്ള സാഹചര്യം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മാറി പറയുന്ന സാഹചര്യമുണ്ടായി. അത് വീണ്ടും UDFിലേക്ക് പോകുന്ന രീതിയിലേക്ക് പല നഗരസഭകളും പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള മാറി പറയുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അതോടുകൂടി തന്നെ രാഷ്ട്രീയം പത്തനംതിട്ടയിലെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFന് എത്ര സീറ്റുകൾ ലഭിക്കും, UDFന് എത്ര സീറ്റ് ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആശങ്കയുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ അമിതമായ ഒരു ആത്മവിശ്വാസം UDF തീർച്ചയായും വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പത്തനംതിട്ടയിലെ കൊല്ലത്തേക്ക് പോകണം. അവിടെ വിനീഷ് ഉണ്ട്. വിനീഷ്, കൊല്ലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ അവസാനം വന്നൊരു വിവാദം, ബിന്ദു കൃഷ്ണയുടെ മകൻ ഓടിച്ച കാറ്
അത് ആശ്രാമത്ത് വെച്ച് അപകടം സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളൊക്കെ LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റ് പല രാഷ്ട്രീയ ആരോപണങ്ങളും മറ്റും കടന്നുപോയ ഒരു ജില്ലയാണ് കൊല്ലം. ഇന്നും സ്ഥാനാർത്ഥികളെല്ലാം സജീവമായി ഫീൽഡിൽ ഉണ്ടാകും. പ്രധാനപ്പെട്ട മറ്റാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ അവിടെ? തീർച്ചയായും ഇത് ഇന്നലെ കൊട്ടിക്കലാശം പൂർത്തിയായപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ചില അനിഷ്ട സംഭവങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊന്നും തന്നെ സാരമായി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ എല്ലാം വിശദീകരണം ഇന്നലെ തന്നെ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ പറയുകയാണെങ്കിൽ UDFന്റെ ഒരു പ്രതീക്ഷ ഉയർത്തുന്ന ഒരു മണ്ഡലമായി തന്നെ ഇത് മാറി എന്നുള്ളതാണ്. LDFന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. LDF സീറ്റ് നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജയമോഹനാണ് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബിന്ദു കൃഷ്ണയും അവിടെ ജനത തേടുന്നുണ്ട്. അപ്പോ LDF സ്ഥാനാർത്ഥി നമുക്ക് മറ്റൊരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. CPI സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു ശ്രമമാണ് കരുനാഗപ്പള്ളിയിൽ. LDF MLA CR മഹേഷാണ് ഭൂരിപക്ഷം കൂട്ടുവന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അത് തീരദേശ വോട്ടർമാരുടെ നിലപാട് അവിടെ ആ ഒരു മണ്ഡലത്തിൽ നിർണായകവുമാണ്. നമുക്ക് മറ്റൊരു മണ്ഡലമാണ് ചാത്തന്നൂർ. ത്രികോണ മത്സരം നടക്കുന്നത് ശക്തമായ ഒരു മണ്ഡലമാണ്. LDF സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സൂരജ് രവി, BJP സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. നമുക്കറിയാം BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലമാണ്. അത് ഈ ടൈമിൽ 1ാം സ്ഥാനത്തെത്തും, ആ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള വലിയൊരു വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും LDFന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന്റെ സൂരജ് രവിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അവർക്കും വലിയ ആത്മവിശ്വാസം തന്നെയുണ്ട്. നമുക്കിനി ചവറയിലേക്ക് വരാം. കരിമണലിന്റെ മണ്ഡലമാണ്. ഷിബു ബേബി ജോണും സുജിത് വിജയൻ പിള്ളയും നേർക്കുനേർ മത്സരിക്കുന്ന വലിയ ഒരു മണ്ഡലമാണ്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ഈ ചവറ മണ്ഡലം ഷിബു ബേബി ജോൺ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ RSPയുടെ ഒരു നിലനിൽപ്പിന്റെയും കൂടി ഒരു വിഷയമാണ്. അതുകൊണ്ട് ശക്തമായ മത്സരം നടക്കുന്നു. LDF വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. സുജിത് വിജയൻ പിള്ള അതുപോലെ തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് SDPയുടെയും PDPയുടെയും പിന്തുണ LDFന് ഉണ്ട്. അങ്ങനെ വലിയ പോരാട്ടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.